ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2025-26 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിലെ ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡു ആണ്. ശ്രദ്ധിക്കുക എന്നിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ടീച്ചർ പറയുന്ന നിർദ്ദേശങ്ങൾ പിന്തുടരാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടോ, നമുക്കൊരു പിക്ചർ ആണ് തന്നിരിക്കുന്നത്. ആ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ടീച്ചർ കുറച്ച് സെന്റൻസസ് വായിക്കും. ആ വാക്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് അവിടെ തന്നിരിക്കുന്ന ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. അതുപോലെ തന്നെ ആ സെന്റൻസസ്, ടീച്ചർ വായിക്കുന്ന സെന്റൻസസ് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ക്രോസ് മാർക്ക് ഇടാനാണ് ടീച്ചർ പറയുക കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യണം, പിക്ചർ നന്നായി നോക്കണം, എന്തൊക്കെയാണ് പിക്ചറിൽ കാണുന്നത് എന്ന്. അതിനുശേഷം എന്ത് ചെയ്യുക, ടീച്ചർ വായിക്കുന്ന ഓരോ സെന്റൻസസും ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പിക്ചറുമായി ബന്ധപ്പെട്ട സെന്റൻസ് തന്നെയാണോ ടീച്ചർ വായിച്ചത് നോക്ക്. ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് ഇടുക, അല്ല എന്നുണ്ടെങ്കിൽ ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ സെന്റൻസസ് നോക്കാം. ഫസ്റ്റ് സെന്റൻസ്, ദർ ഈസ് എ പോണ്ട് ഇൻ ദ പിക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെന്റൻസ് എന്താണ്, ദർ ഈസ് എ പോണ്ട് ഇൻ ദ പിക്ചർ. പിക്ചറിൽ ഒരു കുളമുണ്ട് എന്നാണ് കേട്ടോ. പിക്ചറിൽ കുളമുണ്ടോ, ഉണ്ട് അല്ലെ, കറക്റ്റ് സെന്റൻസ് ആണ്. ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുക. ഇനി സെക്കൻഡ് സെന്റൻസ് കേട്ടോളൂ. 2 ducks are swimming in the pond എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, 2 താറാവുകള് കുളത്തിൽ നീന്തുകയാണ് എന്നാണ് കേട്ടോ. ആണോ, പിക്ചറിൽ നോക്കൂ, താറാവുകളെ കാണാണ്ടോ, അവരെന്താ ചെയ്യുന്നത്, കുളത്തിൽ നീന്തുകയാണോ, ആണല്ലേ. അപ്പൊ അതൊരു കറക്റ്റ് സെന്റൻസ് ആണല്ലോ, ടിക്ക് മാർക്ക് ഇടുക. അടുത്ത സെന്റൻസ്, ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു എന്നാണ് അല്ലെ. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് സെന്റൻസ് ആണോ, ചിത്രത്തിൽ പക്ഷികൾ പറക്കുന്നുണ്ടോ, ഇല്ലല്ലോ. അപ്പൊ അതെന്താണ്, തെറ്റായ ഒരു സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. അടുത്തത്, എ ഫ്രോഗ് ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു തവള ഒരു പാറയുടെ മുകളിൽ ഇരിക്കുകയാണ് എന്നാണ്. ഇരിക്കുന്നുണ്ട് അല്ലെ, കണ്ടോ നിങ്ങൾ തവളേനെ കാണാണ്ടല്ലോ. പോണ്ടിന്റെ അരികിൽ ഒരു റോക്കിന്റെ മുകളില് ഒരു തവള ഇരിപ്പുണ്ട് അല്ലെ. അപ്പൊ അതൊരു കറക്റ്റ് സെന്റൻസ് ആണല്ലോ. അപ്പൊ ടിക്ക് മാർക്ക് ഇടുക. അടുത്തത്, ദർ ഈസ് എ ബിഗ് ഹൗസ് നിയർ ദ പോണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുളത്തിന്റെ അരികില് ഒരു വലിയൊരു വീടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ, കുളത്തിന്റെ അരികിലല്ല, ദൂരെ ഉണ്ട്. അതൊരു ബിഗ് ഹൗസ് ആണോ, അല്ല, സ്മോൾ ഹൗസ് ആണല്ലേ. അപ്പൊ അതൊരു തെറ്റായ സെന്റൻസ് ആണ് അല്ലേ. അപ്പൊ ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. അടുത്തത്, ഗേൾ ഈസ് പ്ലേയിങ് വിത്ത് എ ബോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പെൺകുട്ടി പന്ത് കളിക്കുകയാണ് എന്നാണ്. ആണോ, ചിത്രത്തില് ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത്, പെൺകുട്ടി കളിക്കുകയാണോ, അല്ലല്ലോ. അപ്പൊ അതൊരു തെറ്റായ സെന്റൻസ് ആണ് അല്ലേ. അപ്പൊ ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. ആക്ടിവിറ്റി 2 കോൺവേഴ്സേഷൻ ആണ് കേട്ടോ, സംഭാഷണമാണ്. അവിടെ കണ്ടോ, പപ്പി ഫ്രോഗും തമ്മിലുള്ള കോൺവേഴ്സേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ. ആദ്യത്തെ പപ്പി എന്താ ചോദിക്കുന്നത്, ഹു ആർ യു എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഫ്രോഗ് എന്താ മറുപടി പറയുന്നത്, ഐ ആം എ ഫ്രോഗ് എന്ന് പറയുന്നു അല്ലെ. നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ ഫ്രോഗ് പറയാണ്, ഞാനൊരു തവളയാണ് എന്ന് പറയാണ് അല്ലെ. ഐ ആം എ ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പപ്പി എന്തോ ചോദിക്കുന്നുണ്ടല്ലോ, ക്യാൻ യു സേ മിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. നിനക്ക് മിയോ എന്ന് പറയാൻ കഴിയുമോ എന്നാണ് കേട്ടോ. അപ്പൊ എന്താ ഫ്രോഗ് പറയുന്നത്, നോ ഐ കാണ്ട്, ഐ സേ ഓൺലി ഡാഷ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അവിടെ ഫ്രോഗ് പറഞ്ഞിട്ടുണ്ടാവുക, ഫ്രോഗിന് എന്ത് സൗണ്ടാണ് ഉണ്ടാക്കാൻ കഴിയുക, ക്രോക്ക് ക്രോക്ക് എന്നല്ലേ. അപ്പൊ ഐ സേ ഓൺലി ക്രോക്ക് ക്രോക്ക് എഴുതുക കേട്ടോ. അടുത്തത് പപ്പി കണ്ടോ, വീണ്ടും മൗസിന്റെ അടുത്ത് പോയിട്ട് എന്തോ ചോദിക്കുന്നുണ്ട്. മൗസ് മറുപടി പറഞ്ഞത് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, ഐ ആം എ മൗസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പപ്പി എന്ത് ചോദിച്ചപ്പോഴായിരിക്കും മൗസ് ഐ ആം എ മൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക, ഞാനൊരു എലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ആ ഹൂ ആർ യു എന്ന് ചോദിച്ചപ്പോഴാവൂല്ലേ, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോഴല്ലേ. അപ്പൊ ഹൂ ആർ യു എന്ന് അവിടെ എഴുതുക കേട്ടോ. പിന്നെ മൗസ് പറയാണ്, നോ ഐ കാണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ഡാഷ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇല്ല, എനിക്ക് കഴിയില്ല എന്നാണ്. അപ്പൊ എന്തായിരിക്കും, നേരത്തെ ഫ്രോഗിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ആയിരിക്കും അല്ലെ, ക്യാൻ യു സേ മിയോ എന്നായിരിക്കുമല്ലോ. അപ്പോഴല്ലേ മൗസ് നോ ഐ കാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ മൗസ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അവിടെ നമ്മൾ അത് ഫില്ല് ചെയ്യണം കേട്ടോ. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, മൗസിന് എന്ത് സൗണ്ട് ഉണ്ടാക്കാനാ കഴിയുക, പിപ് 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 എന്നല്ലേ. അപ്പൊ അവിടെ എന്താ മൗസ് പറഞ്ഞിട്ടുണ്ടാവുക, ഐ സേ ഓൺലി പിപ് പിപ് പിപ്. അങ്ങനെ എഴുതിയിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ, സംഭാഷണം പൂർത്തിയാക്കുക. ആക്ടിവിറ്റി 3 കളർ ആൻഡ് ഡിസ്ക്രൈബ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് പിക്ചറിൽ എന്താണ്, പപ്പിയുടെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. പപ്പിക്ക് നിറം നൽകുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാ, ദിസ് ഈസ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ആദ്യം
അപ്പൊ എന്താണ്? ദിസ് ഈസ്, ഇതെന്താണ്? പപ്പിയാണ് അല്ലെ, നായക്കുട്ടിയല്ലേ. അപ്പൊ നമ്മൾ എന്താ എഴുതാ? ദിസ് ഈസ് എ പപ്പി അല്ലെ, ഇതൊരു നായക്കുട്ടിയാണ് എന്ന് എഴുതണം അല്ലെ. ദിസ് ഈസ് പപ്പി എന്നല്ല, ദിസ് ഈസ് എ പപ്പി എന്ന് എഴുതാട്ടോ. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് പപ്പിക്ക് നിറം കൊടുക്കാൻ പറഞ്ഞല്ലോ, കൊടുക്കുന്ന കളർ ഏതാച്ചാ അത് അവിടെ എഴുതുക കേട്ടോ. ഇറ്റ് ഈസ്, ഒന്നുമില്ലെങ്കിൽ ബ്രൗൺ ഇൻ കളർ എന്ന് എഴുതാം. നിങ്ങൾ ബ്രൗൺ കളറാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബ്രൗൺ ഇൻ കളർ എന്ന് എഴുതാം. ഇനി ബ്ലാക്ക് കളറാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബ്ലാക്ക് ഇൻ കളർ. അങ്ങനെ ഏത് നിറമാണോ കൊടുത്തത് ആ നിറം എഴുതുക കേട്ടോ. പിന്നെ ഇറ്റ് ഹാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് ഉണ്ട് എന്നാണ് കേട്ടോ. അതിന് എന്തുണ്ടെന്ന് എഴുതാം. ഒന്നുമില്ലെങ്കിൽ ഇറ്റ് ഹാസ് 4 legs എന്ന് എഴുതാം, 2 ears എന്ന് എഴുതാം അല്ലെ. ഇറ്റ് ഹാസ് 2 eyes എന്ന് എഴുതാം. അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം. ഇറ്റ് ഹാസ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനൊരു എന്തുണ്ട് എന്നാ തന്നിരിക്കുന്നുണ്ടാവുക. അതിനൊരു വാലുണ്ട് എന്നായിരിക്കും അല്ലെ. വാലിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ടെയിൽ എന്നല്ലേ. അപ്പൊ ടെയിൽ എന്ന് എഴുതാം കേട്ടോ. പിന്നെ ഇറ്റ് ക്യാൻ സേ എന്ന് തന്നിട്ടുണ്ട്, അതിന് എന്താണ് പറയാൻ കഴിയുക? ഇറ്റ് ക്യാൻ സേ ബൗ വൗ എന്നാണ് അല്ലെ. അപ്പൊ ബൗ വൗ എന്ന് എഴുതാം കേട്ടോ. അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ഫില്ല് ചെയ്യാം കേട്ടോ. കളർ ആൻഡ് ഡിസ്ക്രൈബില് പപ്പിയുടെ ചിത്രം തന്നിട്ട് കളർ ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്കൊരു ബസ്സിന്റെ ചിത്രം തന്നിട്ട് കളർ ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാന്നൊന്ന് നോക്കാം. ഒരു പിക്ചറൊക്കെ വരുള്ളൂ കേട്ടോ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കത് ഒന്നും കൂടി നോക്കാം കേട്ടോ. കളർ ആൻഡ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ബസ്സിന്റെ ആണല്ലേ പിക്ചർ തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നല്ല കളറൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കുക. ഇനി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ദിസ് ഈസ് എ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ദിസ് ഈസ് എ ബസ് ആണ് അല്ലെ. ബസ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇറ്റ് ഈസ് എന്താണ്? നിങ്ങൾ എന്ത് നിറമാണോ കൊടുത്തത് ആ കളർ എഴുതുക കേട്ടോ. ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ ആണെങ്കിൽ ബ്ലൂ ഇൻ കളർ എന്ന് എഴുതുക. ഇപ്പൊ റെഡ് കളർ ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ, ചുവപ്പ് നിറമാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ അങ്ങനെ എഴുതുക കേട്ടോ. ഏത് നിറമാണോ കൊടുത്തത് അത് അവിടെ എഴുതുക. ഇനി ഇറ്റ് ഹാസ് എ എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? അതിന് ഒരു എന്തുണ്ടെന്നായിരിക്കും? അതിന് ഒരു ഹോൺ ഉണ്ട് എന്നായിരിക്കും അല്ലെ. ഇറ്റ് ഹാസ് എ ഹോൺ. ഒരു ഹോൺ അല്ലേ ഉണ്ടാവുള്ളൂ ബസ്സിന്. അപ്പൊ ഇറ്റ് ഹാസ് എ ഹോൺ എന്ന് എഴുതുക കേട്ടോ. സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണേ. ഹോണിന്റെ ഒക്കെ HORN ആണ് അല്ലെ, ഹോൺ. അടുത്തത് ഇറ്റ് ഹാസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഹാസ് സീറ്റ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് വീൽസ് എന്ന് എഴുതാം. അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അടുത്തത് നമുക്ക് മുഴുവനായിട്ട് ഫില്ല് ചെയ്യാണ്ട് അപ്പൊ നമുക്ക് എന്തെന്നെ എഴുതാം? ഇറ്റ് ഹാസ് ലൈറ്റ്സ് എന്ന് എഴുതാലോ. ഇറ്റ് ഹാസ് 6 wheels എന്നൊക്കെ എഴുതാം കേട്ടോ. അങ്ങനെ എഴുതിയിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. ആക്ടിവിറ്റി 4 മാച്ച് ദ ഫോളോയിങ്. റീഡ് ദ സെന്റൻസസ് ആൻഡ് മാച്ച് ദം വിത്ത് സ്യൂട്ടബിൾ പിക്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ വാക്യങ്ങളും വായിക്കുക, എന്നിട്ട് അനുയോജ്യമായ ചിത്രത്തിലേക്ക് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ചേഴ്സ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ കുറെ സെന്റൻസസും കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ്, റിൽ ഫെൽ ഇൻ ടു എ ടിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റില്ല് ഒരു ടിന്നിലേക്ക് വീണു എന്നാണ് അല്ലെ. ഇവിടെ ഏതാണ് പിക്ചർ? ഇതാണ് അല്ലെ പിക്ചർ. അതിലോട്ട് വരച്ചു ചേർക്കുക. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഴ പെയ്യാൻ തുടങ്ങി എന്നാണ് അല്ലെ. അപ്പൊ അതേതാണ്? മഴ പെയ്യാൻ തുടങ്ങുന്നത് ഇതല്ലേ പിക്ചർ. വരച്ചു ചേർക്കുക. പപ്പി ഈസ് ഹൈഡിങ് അണ്ടർ എ കോട്ട് എന്നാണ് അല്ലെ. അതായത് ഒരു കട്ടിലിന്റെ അടിയില് പപ്പി ഒളിക്കുകയാണ് എന്ന് തന്നിരിക്കുന്നത്. അതേതാ പിക്ചർ? ഇതല്ലേ. അടുത്തത് ക്ലിന്റ് ഈസ് കിക്കിംഗ് ദ ബോൾ എന്നാണ്. അതായത് ക്ലിന്റ് ബോൾ തട്ടുകയാണ് എന്നാണ് അല്ലെ. അതേതാ പിക്ചർ? ക്ലിന്റ് ബോൾ തട്ടുന്ന പിക്ചർ ഏതാ? ഇതല്ലേ. അതിലോട്ട് വരച്ചു ചേർക്കുക. ജിൽ, റിൽ ആൻഡ് ഡിൽ ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലും റില്ലും ഡില്ലും ആകാശത്ത് പറക്കുകയാണ് എന്നാണ് അല്ലെ. ഏതാണ് പിക്ചർ? ഇതാണ് അല്ലെ. വരച്ചു ചേർക്കുക കേട്ടോ. ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻസ് ആണ്. അപ്പൊ വരികളിൽ കൂട്ടിച്ചേർക്കാനാണ് കേട്ടോ. സോങ് നോക്കാം. കാറ്റ് കാറ്റ് കാറ്റ്, ക്യൂട്ട് വൈറ്റ് കാറ്റ്, ക്യൂട്ട് ലിറ്റിൽ കാറ്റ്, കാറ്റ് ക്യാൻ റൺ എന്നാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. കാറ്റ് കാറ്റ്, പിന്നെ ക്യൂട്ട് വൈറ്റ് കാറ്റ് എന്നാണ് അല്ലെ. അതായത് വെള്ള പൂച്ചയല്ലേ, നല്ല ഭംഗിയുള്ള വെള്ള പൂച്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യൂട്ട് ലിറ്റിൽ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചെറിയ പൂച്ച അല്ലെ, ഭംഗിയുള്ള ചെറിയ പൂച്ച. കാറ്റ് ക്യാൻ റൺ, കാറ്റിന് ഓടാൻ കഴിയും എന്നാണ് അല്ലെ. അടുത്തത് നമുക്ക് ഡക്കിനെ വെച്ചിട്ട്, ഡക്കിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡക്കിനെ വെച്ചിട്ട് ലൈൻസ് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? ഡക്ക് ഡക്ക് ഡക്ക്. ക്യൂട്ട് എന്ത് കളറാ? യെല്ലോ ഡക്ക്. ക്യൂട്ട് ലിറ്റിൽ ഡക്ക്. ഡക്ക് ക്യാൻ, ഡക്കിന് എന്താ കഴിയുക? ഡക്ക് ക്യാൻ സ്വിം എന്ന് എഴുതാലോ. ഡക്ക് ക്യാൻ സ്വിം എന്ന് എഴുതാം കേട്ടോ.